ഓഗസ്റ്റ് 9 തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ട്. അത് ആദ്യത്തെ ടോപ്പിക് എന്നാണ് RBIയുടെ പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗിൽ റിപ്പോ റേറ്റ് മാറ്റം വരുത്താതെ 6.5% തന്നെയാണ് 9ാമത്തെ ടൈമും കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ എന്നുള്ളത്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് നമ്മുടെ ബാങ്ക് റിപ്പോ റേറ്റുകൾ, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ തീരുമാനിക്കാൻ. നമുക്കറിയാം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റുള്ള വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിപ്പോ റേറ്റും മറ്റുമൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇതിനെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന കാറ്റഗറിയിലാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പം നമ്മുടെ രാജ്യത്ത് നല്ല ഇൻഫ്ലേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് നിലവിലുള്ള റേറ്റിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് 6.5% ആണ് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. 9ാമത്തെ ടൈമാണ് ഇത്തരത്തിൽ ഈ ഒരു റേറ്റ് തന്നെ കീപ്പ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RBIയുടെ കണക്ക് പ്രകാരം നമ്മളുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഇപ്പോഴും ഉണ്ട്, മോഡറേറ്റിംഗ് ആണ്. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വന്നില്ല, ഇൻഫ്ലേഷനിലുള്ള കുറവ് കാര്യമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിനെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ എന്ന് വെച്ചാൽ ഓവറോൾ എക്കണോമിയുടെ ഇൻഫ്ലേഷനാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി അത് 4.8% ആയിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലെങ്കിൽ ജൂണിലേക്ക് വരുമ്പോൾ അത് 5.1%ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഓവറോൾ എക്കണോമിയുടെ ഇൻഫ്ലേഷൻ. ഇത് റീറ്റെയിൽ ഇൻഫ്ലേഷനാണ്. CPI വെച്ചിട്ടാണ് RBI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന മെഷർമെന്റ് വെച്ചിട്ടാണ് ഇത് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് വിളിക്കും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 4.8%ഒക്കെയാണ് CPI ഉണ്ടായിരുന്നെങ്കിൽ ഇത് 5.1%ലേക്കാണ് വർദ്ധിച്ചുള്ളത്. അപ്പോൾ RBI ടാർഗറ്റ് ചെയ്യുന്നത് 4 ± 2 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അതായത് 2%-നും അതുപോലെ തന്നെ 6%-നും ഇടയിലായിട്ടായിരിക്കണം എന്ത് വേണ്ടത്, ഈ ഒരു ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഇൻഫ്ലേഷൻ ജൂൺ മാസത്തിൽ വർദ്ധിക്കാൻ കാരണം ഫുഡ് ഇൻഫ്ലേഷൻ കാരണമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. കാരണം ഭക്ഷ്യ സാധനങ്ങളുടെ വില നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിൽ കുറച്ച് അമെൻമെൻറ്റുകൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മളുടെ ഫോറിൻ ഒറിജിൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിലാണ് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഹോം മിനിസ്ട്രി, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വരുന്നത്. നേരത്തെയുള്ള സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ബന്ധപ്പെട്ട റൂൾസിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മൈനോറിറ്റി കാറ്റഗറിയിലുള്ള ആൾക്കാർ, കാരണം ഈ രാജ്യങ്ങൾ ഇപ്പം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളും മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദു ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ സിഖ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ജെയിൻ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള മൈനോറിറ്റീസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മൈനോറിറ്റീസിന് അവരവരുടെ ഡോക്യുമെന്റ്സ് വേണം, അല്ലെ അവർ ആ രാജ്യത്തെ ഇന്ന കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുള്ള ഒരു ഡോക്യുമെന്റ് വേണം. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയതെന്ന് ഓർത്ത് വെക്കുക. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു അപ്ലിക്കന്റ് അയാൾ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ എന്താണ്, ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതായത് ആ ഒരു രാജ്യത്തെ പൗരനാണെന്നും ഇന്ന മതത്തിൽപ്പെട്ട ആളെന്നും കാണിക്കുന്ന ഡോക്യുമെന്റ് വേണം. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടുത്തെ ഒരു മൈനോറിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആ രാജ്യത്തെ ഡോക്യുമെന്റ് വേണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷനാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് അവരുടെ രാജ്യത്തിലുള്ള സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയോ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവർക്ക് ഇത്തരത്തിലുള്ള ഒരു റൂട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു ബോഡിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള അതോറിറ്റി തന്നെ ഇഷ്യൂ ചെയ്യണമെന്നാണ്. എന്നാൽ അത് ഇന്ന് ഇന്ത്യയിലുള്ള, അവർ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബോഡി ഇഷ്യൂ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി അമെൻമെൻറ്റിൽ എക്സെട്ര എന്ന് പറയുന്ന ആര് ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യണം എന്ന് പറയുന്നെടുക്കുക എക്സെട്ര എന്ന് പറഞ്ഞതാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ള എന്നുള്ള അർത്ഥം വരും. അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്, ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസിന് കുറച്ചൊരു ഡിസ്ക്രീഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഡോക്യുമെന്റ് അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ അവർക്ക് അത് എക്സെട്ര എന്ന പരിധിയിൽ വരുന്ന ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് കരുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈവൻ ലോക്കൽ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാർക്ക് പോലും സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അദ്ദേഹം ഇന്ന മതവിശ്വാസത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി
നേരത്തെ ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അയാൾ ഇന്ന മതവിശ്വാസിയാണ് എന്നുള്ളത്. അതിന് പകരം ഈ ഒരു ലോക്കൽ ഡോക്യുമെൻറ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഗൂഗിളിൻ്റെ മോണോപോളിക്കെതിരെ വന്നിട്ടുള്ള വലിയൊരു വേർഡിക്റ്റാണ്. ഇത് US എന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് US എന്നുള്ള വാർത്ത എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി US ഡിസ്ട്രിക്ട് കോർട്ട് ഗൂഗിളിനെതിരായിട്ട്, ഗൂഗിളിൻ്റെ മോണോപോളിക്കെതിരായിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആൻറ്റി ട്രസ്റ്റ് ലോ, നമ്മുടെ രാജ്യത്തെ കോമ്പറ്റീഷൻ ലോ പോലെ, അതായത് എക്കണോമിയിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്തും, വിവിധ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതാണ് കോമ്പറ്റീഷൻ ആക്ട്. അതുപോലെ തന്നെ US ആൻറ്റി ട്രസ്റ്റ് ലോസ് എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്കറിയാം ഓൺലൈൻ മേഖലയിൽ അല്ലെങ്കിൽ സെർച്ച് എൻജിൻസിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതൊക്കെ ഗൂഗിളിൻ്റെതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഗൂഗിളിന് വലിയൊരു മോണോപോളി ഉണ്ട്. അപ്പോൾ ഇവിടെ ഗൂഗിൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ള കമ്പനികളെ വളരാൻ സമ്മതിക്കാതെ അവിടെ കോമ്പറ്റീഷനെ സപ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഗൂഗിൾ പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗൂഗിള് സ്മാർട്ട് ഫോൺ മേക്കേഴ്സ് ആയിട്ടുള്ള ആപ്പിളുമായിട്ടും സാംസങ്ങുമായിട്ടും ഒക്കെ ഗൂഗിൾ സെർച്ച് അവരുടെ ഡീഫോൾട്ട് സെർച്ച് എഞ്ചിനായിട്ട്, അതായത് അവരുടെ മൊബൈലിൽ ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഡീഫോൾട്ടായിട്ട് വരുന്ന രീതിയിൽ നിർബന്ധം പിടിച്ചു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് ഗൂഗിളിൻ്റെ വിവിധ സൗകര്യങ്ങൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സൗകര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ സെർച്ച് എഞ്ചിൻ ആയിരിക്കണം ഡീഫോൾട്ടായിട്ട്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആയിരിക്കണം നിങ്ങൾ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യേണ്ട മൊബൈലിൽ എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് ആ ഒരു ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഒക്കെ വരുമാനത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലേ. കാരണം ഗൂഗിൾ അവരോട് നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ്, അതേസമയത്ത് അത് വേറൊരു കമ്പനി പറയുകയാണ് ഞങ്ങളെ സെർച്ച് എഞ്ചിൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര തുക തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ സെർച്ച് എഞ്ചിനായിട്ട് വരാനുള്ള മറ്റ് കമ്പനികളുടെ അവസരത്തെ ഗൂഗിൾ ഇല്ലാതാക്കുകയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ആപ്പിളിനും സാംസങ്ങിനും ഒക്കെ വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നോട് ഓർത്തുക. അതുപോലെ കൺസ്യൂമേഴ്സിനും അവരുടെ ഓപ്ഷൻസ് നഷ്ടപ്പെടുകയാണ്. അവരെല്ലാവരും തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഗൂഗിളുടെ മോണോപോളി ദുരുപയോഗിക്കുന്നതാണ് എന്നാണ് ഈ ഒരു US ഡിസ്ട്രിക്ട് കോർട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ യൂസ് ചെയ്യാനും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ മറ്റേ ഡാറ്റയിലും മറ്റുമൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ട്രസ്റ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോണോപോളി മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ളത് വലിയ ഇഷ്യൂ ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. പ്രത്യേകിച്ചും ഇത് മെറ്റ, ആമസോൺ, ആപ്പിൾ തുടങ്ങിയിട്ടുള്ള പല കമ്പനികളും എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള മോണോപോളി റൂൾ ചെയ്യുന്ന രീതിയിൽ, മോണോപോളിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വിവിധ കമ്പനികൾക്ക്, മോണോപോളിയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന വിവിധ കമ്പനികൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു വിധിയാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ജസ്റ്റ് ട്രാൻസിഷൻ ലിറ്റിഗേഷൻ എന്ന് പറയുന്നൊരു വിഷയമാണ്. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ജസ്റ്റ് ട്രാൻസിഷൻ ലിറ്റിഗേഷൻ എന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഓഫ് ഇന്ത്യയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ഡിസ്കസ് ചെയ്ത കേസാണ് പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.